ബാബു സമയം മാത്രമേ ഉള്ളൂ. നമ്മൾ വളരെ കാതലായ ഒരു വിഷയത്തിലേക്ക് കടക്കേണ്ടതുണ്ടായിരുന്നു. ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളെ തമസ്കരിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളും ഇടത് വലത് മുന്നണികൾ നടത്തിയ ഒരു ശ്രമം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഈ സനാതനധർമ്മ വിവാദമൊക്കെ എടുത്തിടുന്നതിന് പിന്നിൽ എന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ പൂർണ്ണമായും BJP-യിലേക്ക് പോരുന്നൊരു സാഹചര്യമുണ്ടായി. അവരുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒഴുകിപ്പോകുന്ന കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അത് എങ്ങനെയും പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഒപ്പം തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അങ്ങേയറ്റം ചേർത്ത് പിടിക്കാനുള്ള ചില കുറുക്കുവഴികൾ, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന രീതിയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി എന്നാണ് ഈയിടെ ഉയരുന്നൊരു വിമർശനം. ഈ വിഷയത്തിലെ ഇപ്പോ ജയരാജന്റെ വർത്തമാനത്തിൽ നിന്ന് ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ വിഷയം അവർ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. കാരണം ഇത് ചർച്ച ചെയ്യും തോറും കേരളത്തിലെ ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യം എക്സ്പോസ് ചെയ്യപ്പെടും. ഇവർ ഈ കേരളം എന്തോ വലിയൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് നടക്കുന്നുണ്ടോ? ഇത് കേരളത്തിൽ അങ്ങേയറ്റം ഇസ്ലാമൈസേഷൻ എന്ന ആ ഒരു അവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ആ ഒരു യാഥാർത്ഥ്യം അത് വെളിവാകും എന്നുള്ളതിനുകൊണ്ടാണ് ഈ വിഷയം അവർ തൊടാതിരിക്കുന്നത്. അതുകൊണ്ടാണ് വിചാരധാരയിലെ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. വിചാരധാരയിലെ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ജയരാജ് കൂട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കുമായിരുന്നു ജയരാജനെ. കാരണം ഇപ്പം ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോ നിവൃത്തികേട് കൊണ്ട് അദ്ദേഹം അള്ളാഹു മിത്താണെന്ന് പറഞ്ഞല്ലോ. നിവൃത്തികേട് കൊണ്ട് ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് ആദ്യം ചിലരങ്ങനെ കരുതുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ട് ഫോക്കസ് ചെയ്ത് സ്പെസിഫിക് ആയിട്ട് പറയൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അള്ളാഹു മിത്താണെന്ന് പറയേണ്ടി വന്നു. അത് തന്നെ അദ്ദേഹം യേശുക്രിസ്തുവിനെ കൂട്ടുപിടിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്, നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഉരുളലാണ്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, താങ്കൾ വിചാരധാരയെ ഉദ്ധരിക്കുന്നു, ഒപ്പം തന്നെ താങ്കൾ ഖുർആൻ ഉദ്ധരിക്കാൻ തയ്യാറുണ്ടോ? പരമത വിദ്വേഷം ഏറ്റവും ശക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഖുർആനാണ്. ബഹുദൈവ വിശ്വാസികളെയും വിഗ്രഹാരാധകരെയും കാണുന്നിടത്ത് വെട്ടിക്കൊല്ലണം എന്ന് പറഞ്ഞ ഖുർആനല്ലേ? നിങ്ങൾ ക്രിസ്ത്യാനിയെയും യഹൂദനെയും മിത്രമംഗളാക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഖുർആനല്ലേ? ആ ഖുർആൻ ഉദ്ധരിക്കാനായിട്ട് ജയരാജനെ ഞാൻ നട്ടല്ലുണ്ടോ? ജയരാജന് നട്ടല്ലെന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ജയരാജന് ഓൺ ദ സ്പോട്ടിലാണ് എനിക്ക് മറുപടി വേണ്ടത്. ഡു യു ഹാവ് ദ സ്പൈൻ? ഞാൻ പറയാം. ഐ ബിലോങ് ടു എ പേഗൻ റിലിജിയൻ. ഞാനൊരു ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് വരുന്ന ആളാണ്. എനിക്ക് സെമിറ്റിക് മതങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയണമെന്ന കാര്യമില്ല. അത് ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ശരി തന്നെ, ഇസ്ലാം ആണെങ്കിലും ശരി തന്നെ. അവരുടെ മതവിശ്വാസങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. ഏകദൈവ വിശ്വാസികളുടെ വിചാരങ്ങൾ വേറെയാണ്. ഞാൻ നമിച്ചു താങ്കളെ. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ജനാധിപത്യ വ്യവസ്ഥയിൽ തെറ്റല്ലേ? ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ തെറ്റല്ലേ? ചെയ്യുന്നതാണ്. അതുപോലെയാണോ മറ്റുള്ളവർ? ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഈ പറയുന്നത് താങ്കൾക്ക് അറിയൂടെ? സെമിറ്റിക് മതങ്ങളെ എങ്ങനെയാണ് പേഗൻ റിലിജിയൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്? സെമിറ്റിക് വാക്കുകൾ ഈ നാടിന് ചേർന്നതാണോ? ഇന്നത്തെ കാലഘട്ടത്തിന് ചേർന്നതാണോ? കെവിൻ പീറ്ററെ, എന്റെ ചോദ്യം ജയരാജന്റെ ചങ്കത്താണ് കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഞാനിപ്പോ പറഞ്ഞത് വിചാരധാര എന്ന് പറയുന്നത് 100 വർഷം പോലും പഴക്കമില്ലാത്ത ഒരു ഇന്ത്യക്കാരന്റെ പുസ്തകത്തിനെ കുറിച്ചാണ്. മറ്റേതിന്റെ ഒരു സെക്കൻഡ് അദ്ദേഹം പറഞ്ഞു വരുന്നത് 2500 വർഷം മുൻപ് രചിക്കപ്പെട്ട ഒരു പുസ്തകത്തെ കുറിച്ചാണ് പറയുന്നത് എന്നാണ്. 1500 വർഷം മുമ്പൊക്കെ രചിക്കപ്പെട്ട ഒരു പുസ്തകത്തെ കുറിച്ചാണ് പറയുന്നത്. എങ്കിൽ അതിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വേണം, ആ മതഗ്രന്ഥത്തിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വേണമെന്ന് ഡോക്ടർ ബി ജയരാജന് ഒരു സജഷനായി പറയാൻ കഴിയുമോ? എല്ലാ അമ്പലങ്ങളിൽ അല്ല കെവിൻ പീറ്ററെ, അതല്ല ഞാൻ പറഞ്ഞത്. സെമിറ്റിക് മതങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാൻ ആളല്ല. മാറ്റങ്ങൾ വരുത്തണമെന്ന് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. കാര്യം അവര് ഏകദൈവ വിശ്വാസികളാണ്. വളരെ ക്ലിയർ ആണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് സെമിറ്റിക് മതങ്ങളുടെ കാര്യം വരുമ്പോൾ അതിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അതാത് മതങ്ങൾക്ക് വിടാൻ കഴിയുന്നത് പോലെ എന്തുകൊണ്ടാണ് സനാതന ധർമ്മം എന്ന് പറയുന്ന സാധനത്തിന്റെ കാര്യത്തിൽ അത് ചെയ്യാത്തത്? നിങ്ങൾ എന്തിനാണ് അതിൽ ഇടപെടുന്നത്? അതെനിക്ക് ചോദിക്കാനുള്ളത്.
നിങ്ങളൊരു ഭരണകൂടത്തിന്റെ വക്താക്കളാവുമ്പോ ഇത് തുല്യമായിട്ടായിരിക്കണ്ടേ? വിശ്വാസമായതുകൊണ്ട് ബഹുദൈവ വിശ്വാസത്തെ മാത്രം ആക്രമിക്കാം, ബാക്കിയുള്ള സാധനത്തെയൊക്കെ നമുക്ക് പോക്കറ്റിൽ ഇടാം എന്നുള്ളത് എവിടുന്നാണ് വരുന്നത്? ഇനി ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മതത്തെ വിമർശിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടെന്ന്. ഞാൻ അത് എന്റെ അവകാശമായിക്കൊണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ ആരോപിക്കുകയാണ് ചെയ്തത്. എനിക്ക് ആരോ ഫണ്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ നിങ്ങളെ ആരാണ് ഫണ്ട് ചെയ്യുന്നത്? എനിക്ക് അതാണ് അറിയേണ്ടത്. നിങ്ങളെ ആരാണ് ഫണ്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് BJP-കാരാണോ ഫണ്ട് ചെയ്യുന്നത്? എനിക്ക് അറിയാൻ വലിയ ആഗ്രഹമുണ്ട്. ഇവിടെ അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ BJP-കാരുടെ ബി ടീം ആണെന്നുള്ളത്. അത് തന്നെയാണോ ഇവിടെ സംഭവിക്കുന്നത്? നമ്മളെ നല്ല ഒരു മിനിറ്റ്, നമ്മൾ അസൽ നല്ല മരുഭൂമിയിൽ ഈന്തപ്പന കയറി ശീലിച്ച ആളാ. കവുങ്ങും പനയൊക്കെ നമുക്ക് പുല്ലാണ്. ഓക്കെ, നിങ്ങൾ അതൊന്നും കയറി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, വേറെ വഴി വല്ലതും നോക്ക്. അല്ലെ, ഇതിനകത്തെ ജയരാജ് വല്ലാത്തൊരു ഒട്ടകത്ത് യാത്ര ചെയ്തോളൂ. അതിനകത്ത് എനിക്ക് എനിക്ക് ജയരാജ എനിക്ക് പറയാനുള്ളത്, ഈ നിങ്ങളിപ്പോ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ പിടിയിൽപ്പെട്ട രാഷ്ട്രീയപരമായി അല്ല, ഞാൻ പറഞ്ഞോട്ടെ ജയരാജ്, നിങ്ങൾ ഒരു പിടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്യന്തികമായ താത്വിക പ്രശ്നങ്ങളെ നിങ്ങൾ അടിയറ വെച്ചോ. നിങ്ങൾ നേരത്തെ ഇവിടെ ആരിഫ് ഹുസൈൻ ഉന്നയിച്ച ഒരു കാര്യമുണ്ട്, ശരീഅത്തിനെതിരെ ഏറ്റവും ശക്തമായി വാദം ഉന്നയിച്ചത് നമ്പൂതിരിപ്പാടായിരുന്നോ? ആ ശരീഅത്ത് ശരിയാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്തത് നിങ്ങളുടെ പാർട്ടിയാണ് സർ. ആരുടെ മുന്നിൽ നിങ്ങൾ അടിയറ വെച്ചു? അത്രേ ഉള്ളൂ. ഇതേപോലെ ഇരുന്ന് വിളിക്കാം. നിങ്ങൾ വിചാരിക്കുന്ന നാട്ടുകാർ മുഴുവൻ മണ്ടന്മാരാണെന്നാണോ? നിങ്ങൾ വിചാരിക്കുന്നത് നാട്ടുകാരെ മുഴുവൻ മണ്ടന്മാരാക്കാമെന്നാണോ? നിങ്ങൾക്ക് ഗണപതി മിത്താണ് എന്ന് പറയാം. സഖാവ് ഗോവിന്ദനോട് ചോദിച്ചപ്പോ അള്ളാഹു മിത്തല്ല എന്നാ പറഞ്ഞത്. അന്ന് പത്രക്കാര് സഖാവ് ഗോവിന്ദനോട് ചോദിച്ചപ്പോ അള്ളാഹു മിത്താണോ ചോദിച്ചു. അള്ളാഹു മിത്തല്ല, ഗണപതി മിത്താണ്. ഈ കാപട്യം ഉണ്ടോ? ഈ കാപട്യം ജനങ്ങൾ കാണുകയല്ലേ ജയരാജ്. നിങ്ങൾ ഇനി എത്ര സുഗന്ധം നിങ്ങളുടെ ശാസ്ത്രത്തെ ജനങ്ങൾ വലിച്ചു പുറത്തിട്ട് ചവിട്ടും ജയരാജ. പുഴുത്ത് ഹിന്ദു ഐക്യവേദി കൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദിയും കേരളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ല, നിങ്ങളിപ്പോ ഒരൊറ്റ സ്ഥലത്തേക്ക് ഒതുങ്ങി നിൽക്കുകയല്ലേ? നിങ്ങൾ വർഗീയതയുടെ പച്ചയായ വർഗീയതയുടെ അല്ലെങ്കിൽ ഉത്തരം താങ്ങികളായിട്ടുള്ള പല്ലികളുടെ സ്ഥിതിയാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ഇപ്പൊ ഇവിടെ ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു കാര്യം, പെരുവഴിയിൽ ഉടുമുണ്ടഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് ജയരാജനെ. ഇനി ജയരാജനെ ആരും ആക്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ശ്രീ കെവിൻ പീറ്ററോടും ആരിഫ് ഹുസൈനോടും പറയാനുള്ളത്. ആ പ്രസ്ഥാനത്തിന്റെ പ്രശ്നവും അത് തന്നെയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിമറിഞ്ഞിരിക്കുകയാണ്. നായാടി മുതൽ നസ്രാണി വരെ ഇവിടെ ഒരുമിച്ചാൽ കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പോലും മാറിപ്പോകും. അത് നാട്ടുകാർ ചർച്ച ചെയ്യാതെ ഇരിക്കാനാണ് പൊടുന്നനെയുള്ള ഈ സനാതനധർമ്മ ഇകഴ്ത്തലും മേൽവസ്ത്ര വിവാദവുമെല്ലാം. ഒപ്പം ജാതീയമായി ഹൈന്ദവ വിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ള അജണ്ടയും തിരിച്ചറിഞ്ഞു പോകണം.